അല്ല മാഷേ, എന്താ ഗൾഫ് പോകാനുള്ള തീരുമാനം? ജോലിക്കാ? ഹേ നല്ലൊരു ജോലി ഇവിടെ കളഞ്ഞിട്ട് ഗൾഫ് പോയി ജോലി ചെയ്യേ. ഇന്റെ 2 ഫ്രണ്ട്സേ വിസിറ്റിങ്ങിന് പോകണ്ട്. അപ്പൊ ഓലെ കൂടെ ഗൾഫൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അമ്മോഷനും അവിടെ ഉണ്ടല്ലോ. അവിടെ എത്തിയാ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അമ്മോശം നോക്കിക്കോളുമല്ലോ. പോകാനുള്ള വിസിൻ ടിക്കറ്റൊക്കെ അമ്മോഷന അയച്ചു തന്നത്. മൂപ്പർക്ക് അവിടെ ബിസിനസിന്റെ ഓരോ തിരക്കും ടെൻഷനൊക്കെ അല്ലേ. 2 ആഴ്ച ഞാൻ അവിടെ നിൽക്കുമ്പോഴേ മനസ്സൊക്കെ ഒന്ന് തണുത്തൊന്ന് സന്തോഷിക്കട്ടെ എന്ന്. അമ്മോശനെ കൊണ്ട് രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ് അവനെ. ജോലിക്ക് കയറാനും വീട് വെക്കാനൊക്കെ അമ്മോശൻ തന്നെയല്ലേ സഹായിച്ചത്. അതുകൊണ്ടേ ₹1 കടല്ലാതെ കിട്ടുന്നത് ബാങ്കിലിട്ട് കണ്ട് ഇങ്ങനെ നടക്കാലോ. എന്തെത്ര വലിയ അത്യാവശ്യം? അത്യാവശ്യം ഇപ്പൊ ഇതുകൊണ്ടൊന്നും തീരൂല. മരോനും ഓന്റെ 2 കൂട്ടുകാരും ദുബായ് കാണാൻ വിസിറ്റിൽ വരുന്നുണ്ടല്ലോ. ഇതിപ്പോ എനിക്ക് വിസിൻ ടിക്കറ്റ് എടുക്കാനാ. പിന്നെ എന്റെ 1-2 സഹായം കൂടി വേണം. അതെന്തേ? മരോൻ വന്നാ എങ്ങനെ ഞാൻ ഇന്റെ റൂം കെടുത്തുക? എനിക്കറിയാലോ ഞങ്ങള് 7 ആളെന്നാ ഇടുങ്ങിയ റൂമിൽ എങ്ങനെയൊക്കെ എടുക്കണെന്നുള്ളത്. അവിടെ എങ്ങനെയാ ഓനെ കെടുത്തുക? ഓലൊക്കെ നല്ല നിലയിൽ ജീവിക്കണോലല്ലേ. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ ഫ്ലാറ്റ് കാലിയാണ്, എന്റെ ഫാമിലി നാട്ടിൽ പോയതാ. ഓൻ അവിടെ നിന്ന് താമസിച്ചോട്ടെ. അൽഹംദുലില്ലാ, അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കേ. ആന്നും കുഴപ്പമില്ല കുട്ടിയാക. പിന്നെ എന്റെ വണ്ടിയായിട്ട് നമുക്കൊന്ന് വന്ന് എയർപോർട്ടിൽ കൊണ്ടുവരാൻ പോ. എന്റെ റൂമിലാക്കിയിട്ട് ഞാനും ഇങ്ങോട്ട് തിരിച്ചു പോന്നോളാം. എന്റെ ഒഴിവനുസരിച്ച് ഞാൻ ഒന്ന് കണ്ടോളാം. പിന്നെ ഇനി 2 ആഴ്ച കൂടി സമയമുണ്ടല്ലോ, അതൊക്കെ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇവിടെ ഇരിക്കണ്ടാ? എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ്? നല്ല യാത്ര ചെയ്ത് വന്ന ക്ഷീണമൊക്കെ ഉണ്ടാവൂലേ? കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഉറങ്ങിയിട്ട് എണീറ്റാൽ മതിയായിരുന്നു. എനിക്കേ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. ചായ പൊടുന്ന കിട്ടുക. കെറ്റലും വെള്ളമൊക്കെ കിച്ചണില്. ഇനി ദോശ വേണമെങ്കിൽ മാവത കലക്കിച്ച് ഫ്രിഡ്ജില്. പുട്ടുപൊടിയും മറ്റു സാധനങ്ങളൊക്കെ അതൊക്കെ കബോർഡില്. എന്താ വേണ്ടിച്ച ഉണ്ടാക്കി കഴിച്ചോ. ഇന്നലത്തെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കണ്ടിന്ന്. വാഷിംഗ് മെഷീൻ സോപ്പ് പൊടി ഒക്കെ കിച്ചന്റെ സൈഡില്. ഞാൻ പോട്ടെ, നമുക്ക് വൈകുന്നേരം വന്നിട്ട് കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പാ ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു. ഇവിടെ ശരിയാവൂലപ്പാ. ഞാൻ ഒന്നുകിൽ ഇപ്പാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് താമസം മാറാം, അല്ലെങ്കിൽ വല്ല ഹോട്ടലിൽ റൂം എടുക്കാം. എന്തേ പറ്റി മോനെ? ഇവിടെ AC തണുപ്പില്ല, സൗകര്യങ്ങളും ഇല്ല. ഹോട്ടലിലാണെങ്കിൽ ഒരു ഫുഡ് നേരത്തിന് റൂമിൽ എത്തിച്ചു തന്നോളും. പിന്നെ ഡ്രസ്സ് അലക്കലും റൂം ക്ലീനിങ്ങും ഒക്കെ ഓലേനെ ചെയ്തോളും. നമ്മളൊന്നും അറിയണ്ട. ഓക്കെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ്ട് വരാം. ഉച്ചക്ക് ഉറങ്ങണ ശീലമൊന്നും ഇല്ലല്ലേ? ഞങ്ങള് മാഷന്മാർക്ക് കൊടുത്താ ഉച്ചക്ക് ഉറങ്ങാൻ നേരം കിട്ടുക. ഫുഡൊക്കെ കഴിച്ചോ? ഇപ്പൊ ഫുഡ് ആയിട്ട് വന്നിന്ന്. ഈ ബുർജ് ഖലീഫ ഇവിടെ അടുത്താ? ഒരു 10-15 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും. അതിന്റെ അടുത്തൊക്കെ ഹോട്ടൽ റൂമിന് നല്ല റേറ്റ് ആവുമോ? ഒന്നും എനിക്കറിയില്ല. അലക്കിയില്ലേ? ഇല്ല, ആ മെഷീനിലിട്ട് കഴിഞ്ഞാലേ എന്റെ ഡ്രസ്സ് ഡാമേജ് ആവും. അത് ലോണ്ടറി തന്നെ കൊടുക്കണം. എന്നാലേ ഈ ബിൽഡിങ്ങിന്റെ നേരെ താഴെ തന്നെ ഒരു ലോണ്ടറി ഉണ്ട്. മാഷ അവിടെ കൊടുത്തിട്ട് പോരും. ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഈ ലോണ്ടറിയിലൊക്കെ എത്ര ശമ്പളം ഉണ്ടാവും? ലോണ്ടറിയിൽ ഒരു 1000-1500, കൂടിയ 1500 ദിർഹംസ് കിട്ടും. നാട്ടിലെ പൈസ? നാട്ടിലെ ഒരു 25,000-30,000 ഉറുപ്പ്യൊക്കെ. ഞാൻ അവിടെ താഴത്തെ ആ ലോണ്ടറി താളായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നേ. എങ്ങനെ ഇവരൊക്കെ ഇവിടെ പണിയെടുക്കണേ അല്ലേ? ഇതാണ് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞുള്ള കുഴപ്പം. പഠിച്ചവർക്ക് എവിടെ ചെന്നാലും ജോലി കിട്ടും. അപ്പൊ നാട്ടിലാണെങ്കിലും ഞാനിപ്പോ മാസത്തിൽ 65,000 ഉറുപ്പ്യ ശമ്പളം വാങ്ങണില്ലേ? അല്ല, എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ പഠിക്കാൻ പറ്റിക്കോണമെന്നില്ലല്ലോ. പിന്നെ ചിലവർക്ക് ജീവിത സാഹചര്യം. പഠിക്കാത്തോലെ ഗൾഫിക്ക് വരാതിരിക്കുക നല്ലത്. ഈ കിട്ടണ 25,000 ഉറുപ്പ്യന്ന് പോലെ ചെലവും കഴിച്ച് ബാക്കി നാട്ടിൽ അയച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക? അതിലും നല്ലത് നാട്ടിൽ കൂലിപ്പണി എടുത്ത് ജീവിക്കുക. പക്ഷെ ആ ചിന്ത ഇവിടെ ഗൾഫുകാരെ ഊറ്റി ജീവിക്കുന്ന നാട്ടുകാർക്കും വേണം. ഗൾഫ് എന്ന് കേട്ടാ ഇവിടെ വാര്യെന്ന ചിലരൊക്കെ വിചാരം. എന്തായി ദുബായിലെ സ്ഥലങ്ങളൊക്കെ ഏകദേശം കണ്ടോ? കുറച്ചൊക്കെ കണ്ടു. ഉപ്പ 1000 ദിർഹംസ് തന്നിരുന്നു. പന കാണുകയാണെങ്കിൽ ഒരു 1000 ദിർഹംസ് കൂടി വാങ്ങണം. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഐഫോണും വേണം വാങ്ങുക. മാഷേ, നിങ്ങൾ ഈ റുക്സാന ലോണ്ടറി കണ്ടോ? അവിടെ മാഷ്ക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുത്തിട്ട് ജീവിതം കരകയറാത്തൊരു മനുഷ്യൻ. നമ്മളെ നാട്ടുകാരനാ? എന്നാ ഒന്ന് കാണണല്ലോ.
മാഷേ വരി പറയട്ടെ. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ പഠിക്കാത്തൊരു ഗൾഫിക്ക് വരുന്നേക്കാളും നല്ലത് നാട്ടിൽ കൂലിപ്പണി എടുക്കുകയാണെന്നൊക്കെ. മറ്റുള്ളവരുടെ ജീവിതം കളറാക്കാൻ വേണ്ടി സ്വയം മങ്ങിയ 1001 ഇപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടത്. പേരുകൊണ്ട് ഓലും ഗൾഫുകാർ തന്നെയാണ്. വിദ്യാഭ്യാസം ഉണ്ടായിന്ന് വെച്ച് വിവേകം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഞാൻ തന്നെയാണ്. ഞാൻ തിരിച്ചു പോകുമ്പോൾ ഉപ്പ എൻ്റെ കൂടെ ഉണ്ടാവണം. ഉപ്പ അവിടെ വാങ്ങണിൻ്റെ 3 ഇരട്ടി ഞാൻ നാട്ടിൽ ശമ്പളം വാങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു ഓഹരി മതി ഉപ്പാക്ക് നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ. ഇനിയുള്ള കാലം ഉപ്പാനെ ഞാൻ നോക്കും. ചില തിരിച്ചറിവുകളൊക്കെ നല്ലതാണ്.